വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ മറ്റൊരു നാടൻ വിഭവമായിട്ടാണ് വന്നത്. കുറേ ഐറ്റം ഉണ്ട്. ഇതെല്ലാം ഇവിടുന്ന് തന്നെ പറിച്ചെടുത്താണ്. പക്ഷേ ഇത് വാങ്ങിയതാ കേട്ടോ. ഇത് മധുരക്കിഴങ്ങ്, ഇത് പിന്നെ വാഴേൻ്റെ പൂവ്, ഇതൊരു പപ്പായ, ഇത് ഇവിടുന്ന് പറിച്ചതാണ്. പിന്നെതാ ചേമ്പിൻ്റെ താള് ഒറ്റയൊന്നും എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് പച്ചക്കായ ഇതിന്ന് എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ നാടൻ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയിടണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ. ഇനി ഇതിലേക്ക് ബാക്കി കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം കേട്ടോ. അത് ഞാൻ ചേർക്കുമ്പം കാണിച്ചു തരാം. ഇത് ക്ലീൻ ചെയ്തെടുത്ത ചേമ്പിൻ്റെ താള് കേട്ടോ. ഇത്ര വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുത്തത്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ചെറുപയർ ഞാനൊരു 3-4 മണിക്കൂർ കുതിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പം വേഗം സോക്ക് ചെയ്ത് വെച്ചാൽ വേഗം വേവുമല്ലോ. അപ്പോൾ അതും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഇത് സ്വീറ്റ് പൊട്ടറ്റോ, അതായത് നമ്മളെ മധുരക്കിഴങ്ങ്. ഇതിനെ ഇപ്പോൾ സൂപ്പർ ഫുഡ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഇതിൻ്റെ മുന്നേ, ചപ്പാത്തി ഉണ്ടാക്കിയത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ. ഇത് പിന്നെ പച്ചക്കായ തൊല്ലം പൊക്കി ഒന്ന് ക്ലീൻ ചെയ്തതാണ്. പിന്നെ ഇത് വാഴപ്പൂവ്, ബനാന ഫ്ലവർ, അതൊന്ന് ചെറുങ്ങനെ അരിഞ്ഞെടുത്തതാണ്. ഇതെല്ലാം കൂടെ നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഒരു പപ്പായ ഇല്ലേനോ, പച്ചപ്പപ്പായ, അതും കൂടെ നല്ലപോലെ മുറിച്ച് കഴുകി വൃത്തിയാക്കി എല്ലാം കൂടെ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ അതിലേക്ക് ഇതാ 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങളെടുക്കുന്ന അളവിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചോളാം. പിന്നെ പാകത്തിന് ഉപ്പ് കേട്ടോ. കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ പോലെ നല്ല ജീരകം, ചെറിയ ജീരകം, ക്യൂമിൻ സീഡ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതാ അതിൻ്റെ മേലെ കുറച്ച് ഒരു 100 ml വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരണം കേട്ടോ. 3 വിസിൽ വന്നിട്ട് അപ്പോഴത്തേക്ക് ഇതാ നമുക്ക് ഇതിൻ്റെ അരപ്പ്, പച്ചമുളകും കുറച്ച് വെള്ളുള്ളിയും ചുവന്നുള്ളിയും തേങ്ങയും കൂടി ഒന്ന് റഫായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ കുക്കർ 3 വിസിലും വന്ന് സ്റ്റവ് ഓഫാക്കി വെച്ചു കേട്ടോ. ഇനി ഒന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് ഇതാ തേങ്ങ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും തേങ്ങയെല്ലാം കൂടെ. എന്നിട്ട് നമുക്കൊരു വറവ് കഴിക്കണം കേട്ടോ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പം കുറച്ച് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കടുക് വേണ്ടവർക്ക് കടുക് ഇടുക. ഞാൻ നല്ല ജീരകവും കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് ഇതിലേക്ക്. ഒന്നത് പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, തേങ്ങേൻ്റെ കൂട്ട്, വെള്ളുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടി കൂട്ടിയിട്ട് അരച്ച് ഒതുക്കിയെടുത്ത തേങ്ങ. അരച്ചതെല്ലാം ഒന്ന് ഒതുക്കിയാൽ മതി, നല്ല ഫൈനായിട്ട് അരയ്ക്കൊന്നും പാടില്ല കേട്ടോ. പിന്നെ നമ്മളെ കുക്കർ അപ്പോഴത്തേക്ക് ഇതാ ആവി പോയി തീർന്നില്ല. ഞാനൊരു സ്പൂൺ ഇങ്ങനെ കുത്തി വെച്ചാൽ അങ്ങനെ എയറെല്ലാം പോയി എടുത്തു തുറന്നു. ഇപ്പോൾ അതാ നല്ലോണം വെന്തിട്ടുണ്ടെല്ലാം. അപ്പം നമ്മൾ വറവ് കഴിച്ച ഇതെല്ലാം കൂടി തേങ്ങയും നല്ല ജീരകം എല്ലാം കൂടെ നമ്മളെ പുഴുക്കിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മക്കളെ, നോമ്പ് കാലത്തൊക്കെ മീനും ഇറച്ചിയൊന്നും കൂട്ടാത്ത സമയത്ത് ഈ പുഴുക്ക് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ശബരിമല സീസണിലൊക്കെ. ഇപ്പോൾ ഇത് റെഡിയായി നമ്മളെ പുഴുക്ക്. നമ്മളൊരു ഇലയിലേക്ക് വിളമ്പ് കേട്ടോ. വാഴയിലേക്കാണ്. വളരെ പോഷക സമൃദ്ധമായതാണ്. ഇതിലുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എന്തെല്ലാം ചേർത്തതെന്ന്. അപ്പോൾ ഇതൊരു ഇലയിലേക്ക് സെർവ് ചെയ്ത് ഇനി ഞാനൊരു 2 പപ്പടം കൂടി വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് കാരണം അപാരം തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ വയറിനൊക്കെ നല്ലതാണ്, ശോധനയൊക്കെ ഉണ്ടാകും, വളരെ നല്ലതാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനൊന്ന് കുറച്ച് കഴിച്ച് നോക്കട്ടെ കേട്ടോ. വളരെ ടേസ്റ്റി ആട്ടോ. എല്ലാം കറക്റ്റാണ്. ഉപ്പ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് കൂടുതലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.